ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? മത്തങ്ങ എരിശ്ശേരി ഇഷ്ടമാണോ? നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1/4 കപ്പ് പയർ എടുത്ത് വയ്ക്കാം. അത് കുക്കറിൽ വേവിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പയർ കുതിർത്തിയിട്ട് വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നേരെ കുക്കറിൽ വേവിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ എരിശ്ശേരി വെള്ളം കൂടിപ്പോകും. ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് 10 മിനിറ്റ് വേവിക്കുക. ഞാൻ വിസിലിൻ്റെ എണ്ണം നോക്കാറില്ല, സമയം നോക്കാറ്. മത്തങ്ങ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തത് 400 ഗ്രാം ഉണ്ടാവും. അതെടുത്ത് വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. 3 ചുവന്നുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടിട്ടില്ലെങ്കിൽ അരയ്ക്കുമ്പോൾ അത് അരഞ്ഞ് കിട്ടില്ല. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി പയർ വേവുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. തുറന്ന് വെച്ച് വേണമെങ്കിൽ വേവിക്കാം. സമയമില്ലാത്തവർക്ക് വീണ്ടും കുക്കർ അടച്ച് വേവിക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മത്തങ്ങ വേവുമ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് വേവിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ എരിശ്ശേരിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഓരോ ടിപ്സ് പറയുന്നുണ്ട്. അത് ആണ് ആ കറിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പറഞ്ഞ അളവിൽ തന്നെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്താൽ ഞാൻ വയ്ക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് കാച്ചി ഒഴിക്കാം. ഇതിനായിട്ട് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, കാൽ ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു വറ്റൽമുളക് മുറിച്ചത്, കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ബ്രൗൺ കളറാകണം.
ബ്രൗൺ കളറായാൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ഇത് ഒഴിക്കാം. അങ്ങനെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.